പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ആണ്. അതായത് ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം ആൻഡ് സാഡിൽ പോയിന്റ് ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിനുള്ള ഒരു ടെസ്റ്റാണ്. സപ്പോസ് എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് എ ഡിസ്ക് സെൻറ്റർഡ് അറ്റ് എ ബി ആൻഡ് ദാറ്റ് എഫ് എക്സ് അറ്റ് എ ബി ഈക്വൽ ടു എഫ് ഐ അറ്റ് എ ബി ഈക്വൽ ടു 0, then first one, f has a local maximum at ab if fxx less than 0 and fxx into fyy minus fxy square greater than 0 at ab. Second one, f has a local minimum at ab if fxx greater than 0 and fxx into fyy minus fxy square greater than 0 at ab. Third one, f has a saddle point at ab if fxx into fyy minus fxy square less than 0 at ab. Fourth one, the test is inconclusive at ab if fxx into fyy minus fxy square equal to 0 at ab. In this case, we must find some other way to determine the behavior of f at ab. സോ ടെസ്റ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ഡിസ്ക് സെൻറ്റർഡ് ആയിട്ട് എ ബി ആയിരിക്കണം. അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്ന പോയിൻ്റ് എന്ത് പോയിൻ്റാണ്? എ ബി ഇസ് എ പോയിൻറ്റ് സച്ച് ദാറ്റ് എഫ് എക്സ് ഈക്വൽ ടു എഫ് ഐ ഈക്വൽ ടു 0. അതായത് ക്രിട്ടിക്കൽ പോയിൻ്റാണ്. നമ്മളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം കണ്ടുപിടിക്കുന്നതിന് ആദ്യം ചെയ്യുന്നത് ആ ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്, ബൗണ്ടറി പോയിൻറ്റ്സും ഡിറ്റർമൈൻ ചെയ്യുക. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ പോയിൻറ്റ്സിൽ നമ്മൾ ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി എഫ് എക്സസ് ലെസ് ദാൻ 0 ആണോ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഒരു ഡിറ്റർമിനൻ്റ് ആണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്, അതിന് നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് വിളിക്കും. ദ എക്സ്പ്രഷൻ എഫ് എക്സസ് ഇൻറ്റു എഫ് ഐ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഈസ് കോൾഡ് ദ ഡിസ്ക്രിമിനൻ്റ് ഓഫ് എഫ്. അതിനെ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് നമ്മൾ ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ എന്ന് പറയുന്നത്. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമമോ ഉണ്ടാവും. അത് ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ സാഡിൽ പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അത് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താണ്? ടെസ്റ്റ് ഫെയിലാണ്. ഓക്കെ, അതാണ് പറയുന്നത്. ദ എക്സ്പ്രഷൻ ഈസ് ദ ഡിസ്ക്രിമിനൻ്റ് ഓഫ് എഫ്. ഇറ്റ് ഈസ് സംടൈംസ് ഈസിയർ ടു റിമെമ്പർ ദ ഡിറ്റർമിനൻ്റ് ഫോം എഫ് എക്സസ് ഇൻറ്റു എഫ് ഐ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് fxs into determinant of fxx, fxy, fyy. സി ദ ഡിറ്റർമിനൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്ക്രിമിനൻറ്റിനെ എഴുതാം. സോ ആ ഡിറ്റർമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന കേസിൽ ഏത് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം ഉണ്ടാവും. ലോക്കൽ മാക്സിമം ഉണ്ടാകുന്ന എപ്പോഴാണ്? എഫ് എക്സസ് ലെസ് ദാൻ 0 ആണെങ്കിൽ. ലോക്കൽ മിനിമം ഉണ്ടാകുന്നത് എഫ് എക്സസ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. ഇനി ഡിസ്ക്രിമിനൻ്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അവിടെ ഒരു സാഡിൽ പോയിൻ്റ് ആണെന്നാണ് അർത്ഥം. ഇനി ഡിസ്ക്രിമിനൻ്റ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആയിരിക്കും. ലെറ്റ് us see an example. Find the local extreme values of the function f of xy equal to xy minus x square minus y square minus 2x minus 2y plus 4. ഇവിടെ നമുക്ക് ആദ്യം ഫംഗ്ഷൻ്റെ ഡൊമൈൻ നോക്കാം. ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് ദ ഹോൾ എക്സ് വൈ പ്ലെയിൻ ആണ്. കാരണം ഫംഗ്ഷൻ എപ്പോഴും നമുക്ക് റിയൽ വാല്യൂ ആണ് തരുന്നത്. സോ ഏത് എക്സും വൈയും എടുത്താലും നമുക്ക് റിയൽ നമ്പർ കിട്ടും. സോ ദ ഡൊമൈൻ ഈസ് ദ എൻ്റയർ പ്ലെയിൻ, എക്സ് വൈ പ്ലെയിൻ. ആൻഡ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ എക്സ് ആൻഡ് വൈ. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഓൾ പ്ലെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? പോളിനോമിയൽ എക്സ് ആൻഡ് വൈ ആണ്. സോ അതും എന്ത് തന്നെയാണ്? ഡിഫറൻഷ്യബിൾ ആണ്, അതുപോലെ തന്നെ ഡിഫൈൻഡ് ആണ്. ഇറ്റ്സ് ഡൊമൈൻ ഹാസ് നോ ബൗണ്ടറി പോയിൻറ്റ്സ്. ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഹോൾ എക്സ് വൈ പ്ലെയിൻ ആണ്. എൻ്റെ എക്സ് വൈ പ്ലെയിനിന് എന്തില്ല? ബൗണ്ടറി പോയിൻറ്റ്സ് ഇല്ല. സോ പിന്നെ എന്ത് ആയിരിക്കും ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ പിന്നെ എക്സ്ട്രീം വാല്യൂസ് വരാൻ ചാൻസ് ഉള്ളൂ. എക്സ്ട്രീം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലായിരിക്കും, ബൗണ്ടറി പോയിൻറ്റ്സിൽ അറ്റൈൻ ചെയ്യുന്നില്ല. കാരണം ഇതിന് ബൗണ്ടറി പോയിൻറ്റ്സ് ഇല്ല. അപ്പോൾ ഇനി ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അതായത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പോയിൻറ്റ്സ് ആണ്? ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സോ അല്ലെങ്കിൽ അത് ഈക്വൽ ടു 0 ആകുന്ന പോയിൻറ്റ്സോ. ഇവിടെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ പോയിൻറ്റിലും. സോ ക്രിട്ടിക്കൽ പോയിൻറ്റിൽ ആ ഒരു ഭാഗമില്ല. പിന്നെ ഏത് ഭാഗമുള്ളൂ? ഇൻറ്റീരിയർ പോയിൻറ്റ്സിനകത്ത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ടു 0 ആകുന്ന പോയിൻറ്റ്സ്. അതായത് നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കുക, എഫ് വൈ കണ്ടുപിടിക്കുക, ഇക്വേറ്റിംഗ് ടു 0 ചെയ്യുക.
The function therefore has extreme values only at the points where fx and fy are simultaneously 0. That is fx equal to y minus 2x minus 2 equal to 0 and fy equal to x minus 2y minus 2 equal to 0. അത് നമ്മൾ സോൾവ് ചെയ്യുകയാണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? y ഈക്വൽ ടു -2 എന്ന് കിട്ടി. സോ y ഈക്വൽ ടു -2 ആകുമ്പോൾ x ഈസ് ഓൾസോ -2. സോ എക്സ് വൈ എന്ന് പറയുന്ന ഒരേ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. -2 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് മാത്രമേ അവിടെ ക്രിട്ടിക്കൽ പോയിൻ്റായിട്ട് വരുന്നുള്ളൂ. ബൗണ്ടറി പോയിൻറ്റ്സ് ഇല്ല. അതുപോലെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സും ഇല്ല. എല്ലായിടത്തും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ബൗണ്ടറി പോയിൻറ്റ്സ് ഇല്ല. സോ വരാവുന്ന ഒരു ചാൻസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സ് ആണ്. അതെന്ന് പറയുന്നത് ഏതേ ഓർമ്മയുള്ളൂ? -2 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് മാത്രമേ ഉള്ളൂ. The point -2 is the only point where the function may take an extreme value. Now അത് നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് അതിൻ്റെ എക്സ്ട്രീം വാല്യൂ -2 ഉണ്ടോ എന്ന് അറിയുന്നതിന് എന്ത് ചെയ്യണം? fxx കാണണം. അതുപോലെ നമുക്ക് ഡിസ്ക്രിമിനൻറ്റ് കണ്ടുപിടിക്കണം. ഡിസ്ക്രിമിനൻറ്റ് കണ്ടുപിടിക്കാൻ fxx, fyy, fxy ഇതെല്ലാം കണ്ടുപിടിച്ചു. fxx ഈക്വൽ ടു -2, fyy ഈക്വൽ ടു -2, fxy ഈക്വൽ ടു 1. fxx എന്ന് പറയുന്നത് -2 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 0 ആണ്. അത് നോട്ട് ചെയ്യാം. അപ്പം നമുക്ക് വരാവുന്ന ചാൻസ് എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം വരാനേ ചാൻസ് ഉള്ളൂ. അത് വരണമെങ്കിൽ ഡിസ്ക്രിമിനൻ്റ് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 കൂടെയാണ്. അപ്പോൾ ഡിസ്ക്രിമിനൻ്റ് നോക്കി. ഡിസ്ക്രിമിനൻ്റ് ഈസ് 3, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ at -2 fx is less than 0 and the discriminant is greater than 0. So the f has a local maximum at -2 and the maximum value is equal to f of -2. Evaluating we get which is equal to 8. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രേറ്റ് ഡെഫിനിഷൻ ഉപയോഗിച്ച് ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് കണ്ടിരുന്നു. ഈ പ്രോബ്ലം നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ട് ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. ഇത് ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ അത് സാഡി പോയിൻ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. അടുത്ത എക്സാമ്പിൾ, ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ എന്ന ഫംഗ്ഷനാണ്. ഇതെന്താണ്? ഇതിൻ്റെ ഡൊമൈൻ എന്താണ്? ഇതിൻ്റെ ഡൊമൈൻ ഹോൾ എൻ്റയർ എക്സ് പ്ലൈ പ്ലെയിനാണ്. അതിന് ബൗണ്ടറി പോയിൻറ്റ്സ് ഇല്ല. സോ നമുക്ക് ബൗണ്ടറി പോയിൻറ്റ്സ് ഇല്ല. സോ എക്സ്ട്രീം വാല്യൂസ് വരാവുന്നത് ബൗണ്ടറി പോയിൻറ്റ്സിലും ഇൻറ്റീരിയർ പോയിൻറ്റ്സ് വേർ ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓർ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് വേർ ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ടു 0. ഈ 3 പോസിബിലിറ്റീസാണ് ഉള്ളത്. അതിനകത്ത് ഫസ്റ്റ് പോസിബിലിറ്റീസിന് പോയിൻറ്റ്സ് ഒന്നുമില്ല. അതായത് ബൗണ്ടറി പോയിൻറ്റ്സ് ഒന്നും ഈ ഫംഗ്ഷന് ഡൊമൈനിലില്ല. പിന്നെ വരാവുന്ന ഇൻറ്റീരിയർ പോയിൻറ്റ്സ് വേർ ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് നോക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ആകാതിരിക്കുന്ന പോയിൻറ്റ്സ്. പക്ഷേ ഇവിടെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഫ് എക്സ് ആൻഡ് എഫ് വൈ ആർ y and x respectively. they exist everywhere. So ആ കേസും പോയി. പിന്നെ എന്ത് കേസേ ഉള്ളൂ? ഇൻറ്റീരിയർ പോയിൻറ്റ്സ് വേർ ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ടു 0 വരുന്ന പോയിൻറ്റ്സ്. അതെന്ന് പറയുന്നത് എന്താണ്? എഫ് എക്സ് ഈക്വൽ ടു 0, എഫ് ഐ ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സ്. ദാറ്റ് ഈസ് y ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 0 എന്ന് പറയുന്ന ഒരേ ഒരു പോയിൻ്റ്. അതായത് ഒറിജിൻ മാത്രമാണ് ഇവിടെ എക്സ്ട്രീം വാല്യൂ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പോയിൻ്റ്. ഇനി നോക്കാം നമുക്ക് അവിടെ എക്സ്ട്രീം വാല്യൂ ഉണ്ടോ, ലോക്കൽ മാക്സിമം ഉണ്ടോ, ലോക്കൽ മിനിമം ഉണ്ടോ, അതോ സാഡിൽ പോയിൻ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഡിസ്ക്രിമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ ഡിസ്ക്രിമിനൻ്റ് ഗ്രേറ്റർ ദാൻ 0, ഈക്വൽ ടു 0, ലെസ് ദാൻ 0 ഇതിനകത്ത് ഏതാണെന്ന് നോക്കുക. അറ്റ് ദ പോയിൻറ്റ് 0, 0 എഫ് എക്സ് എക്സ് ഈക്വൽ ടു 0, എഫ് വൈ വൈ ഈക്വൽ ടു 0 ആൻഡ് എഫ് എക്സ് വൈ ഈക്വൽ ടു 1. Therefore the discriminant is -1 which is less than 0. സോ ഡിസ്ക്രിമിനൻ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പോസിബിലിറ്റി ഉള്ളൂ? ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം കിട്ടാൻ പോസിബിലിറ്റി ഉള്ളൂ. ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ ഡിസ്ക്രിമിനൻ്റ് ലെസ് ദാൻ 0 എന്ന കേസിൽ അവിടെ സാഡിൽ പോയിൻ്റ് ആയിരിക്കും. ഡിസ്ക്രിമിനൻ്റ് ഈക്വൽ ടു 0 എന്ന കേസിൽ ടെസ്റ്റ് ഫെയിലാണ്. സോ നമുക്കിവിടെ എന്ത് കിട്ടി? ലെസ് ദാൻ 0 ആണ് കിട്ടിയത്. സോ ഇവിടെ എന്താണ്? സാഡിൽ പോയിൻ്റ് അറ്റ് 0, 0 എന്ന് പറയാം. So the function has a saddle point at 0, 0. Therefore we conclude that f of xy equal to xy has no local extreme values. Next, absolute maxima and minima on closed bounded regions. ഇവിടെ പറയുന്ന ഹെഡിങ് പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ തരുന്നത് ഒരു ഫംഗ്ഷൻ
പിന്നെ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് റീജിയനും തരും, ഒരു ബൗണ്ടഡ് ക്ലോസ്ഡ് റീജിയൻ തരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടെ ബൗണ്ടറി പോയിൻറ്റ്സ് ഒക്കെ വരുന്ന ഒരു കേസുണ്ട്. ബൗണ്ടഡ് ആയതുകൊണ്ട് അവിടെ ബൗണ്ടറി പോയിൻറ്റ്സ് ഉണ്ടാവും. സോ നമുക്ക് ഇവിടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയാം, ക്രിട്ടിക്കൽ പോയിൻറ്റ്സും ബൗണ്ടറി പോയിൻറ്റ്സും ഒക്കെ കിട്ടും. എന്നിട്ട് അതിനകത്ത് ലോക്കൽ മാക്സിമം വരുന്ന പോയിൻറ്റ്സൊക്കെ നമ്മൾ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം അതിനകത്ത് മൊത്തത്തിൽ ആ ഒരു തന്നിരിക്കുന്ന റീജിയനിലെ ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ മാക്സിമം അതുപോലെ ഏറ്റവും വലിയ മിനിമം അതാണ് കണ്ടുപിടിക്കുന്നത്. അതിനുള്ള സ്റ്റെപ്പാണ് പറയുന്നത്. We recognize the absolute extrema of a continuous function f of xy on a closed and bounded region R into 3 steps. Step 1. List the interior points of R where f may have local maxima and minima and evaluate f at these points. These are the points where fx equal to fy equal to 0 or where one or both of fx and fy fails to exist. That is critical points of f. അതായത് ഫസ്റ്റ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഓഫ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. നമുക്കൊരു റീജിയൻ തന്നിട്ടുണ്ടാവും, ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഒരു റീജിയൻ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്, ആ റീജിയനിലെ ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ക്രിട്ടിക്കൽ പോയിൻറ്റിൽ ചിലപ്പോൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ടായിരിക്കും. അത് വരാവുന്ന പോയിൻറ്റ്സാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ആ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക, ആ പോയിൻറ്റ്സിലെ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സ്, അതുപോലെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സ്, ഈ പോയിൻറ്റ്സ് എല്ലാം എടുക്കുക, ആ പോയിൻറ്റ്സിലെ ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിച്ച് വയ്ക്കുക. സ്റ്റെപ്പ് 2. ലിസ്റ്റ് ദ ബൗണ്ടറി പോയിൻറ്റ്സ് ഓഫ് ആർ വെയർ എഫ് ഹാസ് ലോക്കൽ മാക്സിമം ആൻഡ് മിനിമം ആൻഡ് ഇവാലുവേറ്റ് എഫ് അറ്റ് ദീസ് പോയിൻറ്റ്സ്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത്, നമുക്കൊരു ബൗണ്ടറി റീജിയൻ ആണ് തരുന്നത്. സോ അവിടെ ബൗണ്ടറി ഉണ്ട്, എന്തായാലും നമുക്ക് ഫംഗ്ഷൻ്റെ ഒരു ബൗണ്ടറി റീജിയൻ ആയതുകൊണ്ട് ഡൊമൈനിന് ഒരു ബൗണ്ടറി ഉണ്ട്. സോ ആ ബൗണ്ടറിയിലെ ഫംഗ്ഷന് മാക്സിമം മിനിമം വരുന്ന പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക, അത് ഇവാലുവേറ്റ് ചെയ്ത് വയ്ക്കുക. ആ പോയിൻറ്റ്സിലെ ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്ത് വയ്ക്കുക. മാക്സിമം മിനിമം വരാവുന്ന പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ പോയിൻറ്റ്സിലെ ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം ആ വാല്യൂസ് വയ്ക്കുക. പിന്നെ അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചു, ബൗണ്ടറി പോയിൻറ്റ്സും കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക, ഇത് സ്റ്റെപ്പ് 3 പറയുന്നത് ഇതിനകത്തുനിന്ന് ഫംഗ്ഷൻ വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ മാക്സിമം, ഏറ്റവും വലിയ മിനിമവും, ഏറ്റവും ചെറിയ മിനിമവും കണ്ടുപിടിക്കുക. ലുക്ക് അറ്റ് ദിസ് ലിസ്റ്റ് ഫോർ ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ്. ദീസ് വിൽ ബി ദ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ് ഓൺ ആർ. അതായത് എന്താണ്, നമുക്ക് അതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ ഏതാണോ അതായിരിക്കും അവിടുത്തെ അബ്സല്യൂട്ട് മാക്സിമം ഓൺ ദ റീജിയൻ ആർ. റീജിയൻ ആർ ആണ്, റിയൽ ലൈൻ ആർ അല്ല, റീജിയൻ. അതുപോലെ എന്താണ് അബ്സല്യൂട്ട് മിനിമം ഓൺ ദ റീജിയൻ ആർ എന്ന് പറയുന്നത് എന്താണ്, ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഫംഗ്ഷൻ വാല്യൂസ്. നമ്മൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ഇൻറ്റീരിയർ പോയിൻറ്റ്സിലെ ഫംഗ്ഷൻ വാല്യൂസും ബൗണ്ടറി പോയിൻറ്റ്സിലെ ഫംഗ്ഷൻ വാല്യൂസും കണ്ടുപിടിച്ച് വെച്ചിരുന്നു. അതിനകത്ത് ഏറ്റവും മിനിമം വാല്യൂവിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഓൺ ആർ എന്ന് പറയുന്നത്. Since absolute maxima and minima are also local maxima and minima, the absolute maximum and minimum values of f already appear somewhere in the list made up in step 1 and step 2. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഫംഗ്ഷൻ വാല്യൂസിലെ മാക്സിമത്തിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം എന്ന് വിളിക്കുന്നത്. അതുപോലെ അതിനകത്തെ മിനിമത്തിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് മിനിമം എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. Find the absolute maximum and minimum values of f of xy equal to 2 plus 2x plus 2y minus x square minus y square on the triangular plate in the first quadrant bounded by lines x equal to 0, y equal to 0, y equal to 9 minus x. സോ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡൊമൈൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഡൊമൈൻ. ദ ഡൊമൈൻ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളാണ്, ട്രയാങ്കിൾ മെയ്ഡ് ബൈ എക്സ് ഇക്വൽ ടു 0, വൈ ട്രയാങ്കുലർ പ്ലേറ്റ് ആണ്, എക്സ് ഇക്വൽ ടു 0, വൈ ഇക്വൽ ടു 0, വൈ ഇക്വൽ ടു 9 minus x. ഈ ലൈൻസ് വെച്ച് ഈ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്തുണ്ടാകുന്ന ട്രയാങ്കുലർ പ്ലേറ്റ് ആണ് നമ്മുടെ ഡൊമൈൻ. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് 1 ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വരുന്ന പോയിൻറ്റ്സ്, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കുക.
So here f of xy is differentiable. Hence the only places where f can assume its absolute maximum and minimum values are points inside the given triangle where fx equal to 0 and fy equal to 0 and points on the boundary. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇൻറ്റീരിയർ പോയിൻറ്റ്സ് വെയർ ദ ഫംഗ്ഷൻ ഹാസ് ലോക്കൽ മാക്സിമം ആൻഡ് മിനിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് അവിടെ എഫ് എക്സ് എഫ് വൈ എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സും അതുപോലെ അത് ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹിയർ ഇഫ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ, സോ ദ ഫംഗ്ഷൻ ഹാസ് നോ പോയിൻറ്റ്സ് വെയർ ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെ ഉള്ളൂ, ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സ് മാത്രമേ ഇവിടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് 1 ഇൻറ്റീരിയർ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ പോയിൻറ്റ്സിലെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അതായത് എഫ് എക്സ് ഇക്വൽ ടു 0 എഫ് വൈ ഇക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സ്. ഇവിടെ എഫ് എക്സ് എഫ് ഐ നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇല്ല. സോ എഫ് എക്സ് എഫ് ഐ ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സ് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. That is fx equal to 2 minus 2x equal to 0 and fy equal to 2 minus 2y equal to 0. That is x equal to 1 and y equal to 1. സോ അവിടെ ഒരു പോയിൻ്റേ ഉള്ളൂ, നമുക്ക് 1 1 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് മാത്രമേ ഇവിടെ കിട്ടിയുള്ളൂ. സോ ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റേ ഇവിടെ ഉള്ളൂ, 1 1. സോ ആ പോയിന്റിൽ എന്ത് വരാം, ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം വരാം. സോ ആ പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കുക. എഫ് ഓഫ് 1 1 ഈക്വൽ ടു 4 ആണ്. അവിടെ നമുക്ക് ലോക്കൽ മാക്സിമം ആണ് ലോക്കൽ മിനിമം ആണോ എന്നൊന്നും നമ്മൾ നോക്കണ്ട, ജസ്റ്റ് ആ ക്രിട്ടിക്കൽ പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാന്നേ ഉള്ളൂ. ആ പോയിന്റ് വേണമെങ്കിൽ ചിലപ്പോൾ ലോക്കൽ മാക്സിമം വരാം, ചിലപ്പോൾ ലോക്കൽ മിനിമം വരാം, ചിലപ്പോൾ അതൊരു സാഡിൽ പോയിന്റ് ആയിരിക്കാം. എന്തായാലും ആ പോയിന്റിൽ നമുക്ക് എക്സ്ട്രീം വാല്യൂ വരാൻ ചാൻസ് ഉള്ളൂ. സോ നമുക്ക് ആ പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. സോ എഫ് ഓഫ് 1 1 ഈക്വൽ ടു 4. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 ബൗണ്ടറി പോയിൻറ്റ്സ് വേണം. ബൗണ്ടറി പോയിൻറ്റ്സിലെ ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. അത് ബൗണ്ടറി പോയിൻറ്റ്സിൽ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വരാൻ ചാൻസ് ഉള്ള പോയിൻറ്റ്സിലെ ഫംഗ്ഷൻ വാല്യൂ ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ. സോ ബൗണ്ടറി പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിൾ ഫുള്ളാണ് ബൗണ്ടറി ആയിട്ട് വരുന്നത്. ഹിയർ ദ ബൗണ്ടറി ഈസ് ദ ട്രയാങ്കിൾ ഫൗണ്ട് ബൈ ദ ലൈൻസ് എക്സ് ഇക്വൽ ടു 0 വൈ ഇക്വൽ ടു 0 ആൻഡ് വൈ ഇക്വൽ ടു 9 മൈനസ് എക്സ്. സോ നോക്കുക, ഇവിടെ ഫിഗറിൽ എക്സ് ഇക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ ഇതാണ്, വൈ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ ഇതാണ്, വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. സോ വൈ ഈക്വൽ ടു 9 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് 0 ആകുമ്പോൾ വൈ 9, വൈ 0 ആകുമ്പോൾ എക്സ് 9. ദറ്റ് ഈസ് 9 0യും 0 9 തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ. സോ ഈ 3 ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. അതാണ് ഇവിടുത്തെ ആ ട്രയാങ്കിളിൻ്റെ ഇൻസൈഡ് പോർഷനും കൂടെ ചെയ്യുന്നതാണ് ഇവിടുത്തെ ഡൊമൈന്. ആ ഡൊമൈനിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ നമ്മൾ നോക്കിയപ്പോൾ 1 1 എന്ന് പറയുന്ന ഒരു പോയിൻറ്റിൽ മാത്രമേ എക്സ്ട്രീം വാല്യൂ കിട്ടാൻ ചാൻസ് ഉള്ളൂ. സോ ആ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. എഫ് ഓഫ് 1 1ലെ വാല്യൂ 4 ആണെന്നും കണ്ടുപിടിച്ചു. ഇനി എക്സ്ട്രീം വാല്യൂ വരാൻ ചാൻസ് ഉള്ളത് ബൗണ്ടറിയിലെ പോയിൻറ്റ്സിലാണ്. ഈ ബൗണ്ടറിയിലെ എല്ലാ പോയിൻറ്റ്സിലെയും ഫംഗ്ഷൻ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണ്ട. ഈ ബൗണ്ടറിയിലെ ഓരോ ലൈനിലും നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും മാക്സിമം ലോക്കൽ മാക്സിമം വരുന്നത് എവിടെയാണെന്ന് അല്ലെങ്കിൽ ലോക്കൽ മിനിമം വരുന്നത് എവിടെയാണെന്ന് നോക്കുക. ആ പോയിൻറ്റ്സിലെ മാത്രം ഫംഗ്ഷൻ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. ഓരോ ലൈനും അപ്പം നമ്മൾ ഫംഗ്ഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഫസ്റ്റ് സെഗ്മെൻറ്റ് നമുക്ക് ഏത് ഉപയോഗിക്കാം, ഒ എ എന്ന് പറയുന്ന സെഗ്മെൻറ്റ്. അതായത് അവിടെ വൈ ഈക്വൽ ടു 0 ആണ്. വൈ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് വൈയിൽ വൈ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് 0. അതായത് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വൈ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് 2 + 2x - x² എന്ന ഫംഗ്ഷൻ മാറും. അതായത് ഒരു ഫംഗ്ഷനിൽ എക്സ് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെന്താണ്, ഇതൊരു ഫംഗ്ഷൻ ഇൻ സിംഗിൾ വേരിയബിൾ ആണ്. സോ നമുക്കിവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം നമുക്ക് അപ്ലൈ ചെയ്യാം ഫോർ ഫംഗ്ഷൻ വിത്ത് സിംഗിൾ വേരിയബിളിൻ്റെ. അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സ് നോക്കിയാൽ മതി. ഹിയർ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിപെൻഡ് ഓൺ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ. ഇത് എവിടെയാണ് വേരി ചെയ്യുന്നത്, ഇവിടെ എക്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 തൊട്ട് 9 വരെയാണ്. ഈ ലൈനിൽ എക്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 തൊട്ട് 9 വരെയാണ്. സോ നമുക്ക് 0 9 എന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ കിട്ടിയത്. y ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഇൻ എക്സ് ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺ ദ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 9. സോ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 9ൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്,
ഒരു ഫങ്ഷൻസ് ഓഫ് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷനാണ്, സിംഗിൾ വേരിയബിൾ ആണ്. അതിൻ്റെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വരാവുന്ന പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അതിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സിലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്സ്. അതാണ് ഫസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ആദ്യം നമുക്ക് അതിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ് നോക്കാം. ബൗണ്ടറി പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 0ഉം 9ഉം ആണ്. ഈ ഇൻ്റർവെല്ലിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ് 0ഉം 9ഉം. സോ 0യിൽ ഫംഗ്ഷൻ വാല്യൂ, സോ ഈ ലൈനിൽ 0 0 എന്ന് പറയുന്ന പോയിൻറ്റും 9 0 എന്ന് പറയുന്ന പോയിൻറ്റും എക്സ് 0 ആകുമ്പോൾ എഫ് ഓഫ് 0 0 ആണ്, അതെന്ന് പറയുന്നത് 2 ആണ്. എക്സ് 9 ആകുമ്പോൾ എഫ് ഓഫ് 9 0 ആണ് എന്ന് പറയുന്നത് -61 ആണ്. സോ ബൗണ്ടറി പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഫംഗ്ഷൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സിലെ വാല്യൂസ് എന്ന് പറയുന്നത് 2ഉം -61ഉം. അതേപോലെ ഈ ഫംഗ്ഷൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ ലോക്കൽ മാക്സിമം വരാനുള്ള ചാൻസ് ഉണ്ട്. അതെവിടെയാണെന്ന് നോക്കുക. ഫോർ ദ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് വേർ എഫ് ഡാഷ് ഓഫ് x0 ഈക്വൽ ടു 0, അതായത് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻറ്റ്സ്, അതായത് 2 - 2x ഈക്വൽ ടു 0 ആവുന്ന പോയിൻറ്റ്, ദാറ്റ് ഈസ് x ഈക്വൽ ടു 1. സോ x ഈക്വൽ ടു 1 കൂടി കൊടുക്കുക, അതായത് എഫ് ഓഫ് 10 ഇവാലുവേറ്റ് ചെയ്യുക. എഫ് ഓഫ് 10 ഈക്വൽ ടു 3 വന്നു. സോ ദിസ് ലൈനിൽ OA എന്ന് പറയുന്ന ലൈനിൽ, ഈ ബൗണ്ടറി ലൈനിൽ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂസ് വരാവുന്നത്, എക്സ്ട്രീം വാല്യൂസ് വരാൻ ചാൻസ് ഉള്ളത് 2, -61, 3, ഈ 3 പോസിബിലിറ്റീസാണ്. ഇനി അതേപോലെ നമ്മൾ അടുത്ത ലൈന് OB നോക്കാം. OB എന്ന് പറയുന്ന ലൈനിൻ്റെ x ഈക്വൽ ടു 0 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, x ഈക്വൽ ടു 0 എന്ന് എഫ് ഓഫ് എക്സ് വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബിഫോർ നമുക്ക് വൈയിലുള്ള ഒരു ഫംഗ്ഷൻ കിട്ടും. അതും എന്താണ്, ഒരു ഫംഗ്ഷൻ ഇൻ വൈ എ സിംഗിൾ വേരിയബിൾ ആണ്. സോ നമുക്കവിടെ ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വൈയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്, വൈയുടെ വേരിയേഷനും 0 to 9 ആണ്, അതായത് ക്ലോസ്ഡ് 0 9 സോ അതിൻ്റെ മാക്സിമം എക്സ്ട്രീം വാല്യൂസ് കിട്ടാവുന്ന അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ്, ബൗണ്ടറി പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻഡ് പോയിൻറ്റ്സ്, അതായത് ക്ലോസ്ഡ് 0 9 എൻഡ് പോയിൻറ്റ്സ് 0ഉം 9ഉം. സോ 0ലും 9ലും മാക്സിമം വാല്യൂസ് കിട്ടാം, അല്ലെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കിട്ടാം, അല്ലെങ്കിൽ പിന്നെ എവിടെ കിട്ടാം, അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റ് എവിടെയാണോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണ് ആ പോയിൻറ്റ്സിൽ. സോ അത് ഇവാലുവേറ്റ് ചെയ്യണം. Consider the line segment OB where x equal to 0, then f of xy become f of 0y, which is equal to 2 plus 2y minus y square is a function of y defined on the closed interval 0 9. Its extreme values may occur at the end points where y equal to 0 and y equal to 9. That is, at y equal to 0 f of 0 0 equal to 2, and at y equal to 9 f of 0 9 equal to -61. Also, the extreme value may occur in the interior points where f dash of 0y equal to 0. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുന്ന പോയിൻറ്റ്സിലും എക്സ്ട്രീം വാല്യൂസ് ഒക്കർ ചെയ്യാൻ പറ്റും. സോ അത് നോക്കുമ്പോൾ 2 - 2y ഈക്വൽ ടു 0 ആകുന്ന പോയിൻറ്റ്, ദാറ്റ് ഈസ് y ഈക്വൽ ടു 1, ദാറ്റ് ഈസ് എഫ് ഓഫ് 0 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 3. സോ ഇവിടെ നമുക്ക് 2 -61 3 ഈ പോയിൻറ്റ്സാണ്, ഈ വാല്യൂസാണ് കിട്ടിയത്. ഇനി തേർഡ് നമുക്ക് ഒരു ലൈൻ സെഗ്മെൻറ്റും കൂടെ ഉണ്ടായിരുന്നു, AB എന്ന് പറയുന്ന അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്ന പോർഷൻ. അപ്പോൾ AB എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു 9 - x എന്ന ലൈനാണ്. സോ അറ്റ് y ഈക്വൽ ടു 9 - x എഫ് ഓഫ് എക്സ് വൈ ബീക്കംസ്, വി ഗെറ്റ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 2 + 2x + 2y - x² - y² ആണ്. സോ y ഈക്വൽ ടു 9 - x എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 2 + 2x - 2 × 9 - x - x² - 9 - x the whole square, which is equal to ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ -61 + 18x - 2x² എന്ന് കിട്ടി. ദാറ്റ് ഈസ് അഗെയിൻ എ ഫംഗ്ഷൻ ഓഫ് എക്സ് അലോൺ ആണ്. ഇതൊരു എക്സ് അലോൺ ഫംഗ്ഷനാണ്. സോ ഇതിൻ്റെ ഈ ലൈൻ സെഗ്മെൻറ്റ് എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് എൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 0 9 9 0 ആയിരുന്നു. ആ രണ്ട് പോയിൻറ്റ്സിലെയും ഫംഗ്ഷൻ വാല്യൂസ് ഓൾറെഡി നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 0 9ലെയും കണ്ടുപിടിച്ചിട്ടുണ്ട്, 9 0യിലെ -61 ആണ്, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇനി അത് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ എവിടെയെങ്കിലും ലോക്കൽ മാക്സിമം വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതായത് ആ ലൈനിലെ ഇൻറ്റീരിയർ പോയിൻറ്റ്സ്, എ ബി എന്ന് പറയുന്ന ആ ലൈനിൽ വേറെ എവിടെയെങ്കിലും ഇതിൻ്റെ എൻഡ് പോയിൻറ്റ്സിലെ രണ്ടും ഫംഗ്ഷൻ വാല്യൂസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. -61 -61 ആണ്. പിന്നെ വരാവുന്നത്
അതിൻ്റെ ആ ലൈനിൽ മറ്റേതെങ്കിലും എൻഡ് പോയിൻറ്റ്സ് ഒഴിച്ചുള്ള ബാക്കി ഏതെങ്കിലും പോയിൻറ്റ്സിൽ മാക്സിമം എക്സ്ട്രീം വാല്യൂസ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അതിനെന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുന്ന പോയിൻ്റ് ഇവാലുവേറ്റ് ചെയ്യണം. Already we have the function values at the end points of AB. Now to find the interior points of AB, we have f dash of x 9 minus x equal to 0 implies 18 minus 4x equal to 0. That is x equal to 18 by 4, that is equal to 9 by 2. So at then y is also 9 by 2. So at 9 by 2 we may have a extreme value. That is f of 9 by 2 equal to minus 41 by 2. So നമുക്ക് എന്ത് കിട്ടി, നമ്മൾ ഇൻറ്റീരിയറിലെ ഒരേ ഒരു പോയിൻ്റാണ് എക്സ്ട്രീം വാല്യൂ വരാൻ ചാൻസ് ഉണ്ടായത് 1 എന്ന് പറയുന്ന പോയിന്റിൽ. അവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ സ്റ്റെപ്പ് 1 അവിടെ തീർന്നു. ഇനി സ്റ്റെപ്പ് 2 നമ്മൾ ബൗണ്ടറിയിലെ ഏതൊക്കെ പോയിൻറ്റ്സിൽ എക്സ്ട്രീം വാല്യൂസ് വരാമെന്ന് നോക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് 3 ലൈൻ സെഗ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, OA, OB, BC, AB. ഇപ്പോൾ OA എന്ന് പറയുന്ന ലൈൻ്റെ എൻഡ് പോയിൻറ്റ്സ്, അതായത് 0, 0യും 9, 0യും ആ പോയിൻറ്റ്സിലെ ഫംഗ്ഷൻ വാല്യൂസ് കണ്ടുപിടിച്ചു. അതുപോലെ അതിൻ്റെ ഇൻറ്റീരിയർ, ആ ലൈനിൻ്റെ ഇൻറ്റീരിയറിൽ എവിടെയെങ്കിലും ഫംഗ്ഷന് മാക്സിമം എക്സ്ട്രീം വാല്യൂസ് വരുമോ എന്ന് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചു. അതേപോലെ OB എന്ന ലൈനിൻ്റെ എൻഡ് പോയിൻറ്റ്സ് 0, 0യും 0, 9 ആയിരുന്നു. അവിടെ ഫംഗ്ഷൻ വാല്യൂസ് കണ്ടുപിടിച്ചു. അതുപോലെ ആ പോയിൻറ്റ്സിൽ ആ ലൈനിൻ്റെ എവിടെയെങ്കിലും ഇൻറ്റീരിയറായിട്ട് എവിടെയെങ്കിലും എക്സ്ട്രീം വാല്യൂസ് വരുന്നുണ്ടോ എന്ന് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ AB എന്ന് പറയുന്ന ലൈനിൻ്റെ എൻഡ് പോയിൻറ്റ്സ് 9, 0യും 0, 9യുമാണ്. അവിടെയും നമ്മൾ ഫംഗ്ഷൻ വാല്യൂസ് കണ്ടുപിടിച്ചു. അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയറിൽ 9 by 2 എന്ന് പറയുന്ന പോയിൻറ്റിൽ ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ വാല്യൂസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് എല്ലാം കൂടെ ലിസ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയ വാല്യൂസ് എന്ന് പറയുന്നത് the local maximums and local minimum. The possible list of local maximums and local minimums are 4, 2, minus 61, 3 and minus 41 by 2. സോ ഇതിനകത്ത് ഏറ്റവും മാക്സിമത്തിനാണ് നമ്മൾ അബ്സൊല്യൂട്ട് മാക്സിമം എന്നും ഏറ്റവും മിനിമത്തെയാണ് നമ്മൾ അബ്സൊല്യൂട്ട് മിനിമം എന്നും പറയുന്നത്. സോ ഇവിടെ ലോക്കൽ മാക്സിമം ഈസ് 4 and is assumes at 1, 1 and the local minimum is and the absolute minimum is minus 61 which assumes in which രണ്ട് വാല്യൂസ് രണ്ട് പോയിൻറ്റ്സിനകത്ത് അസ്യൂം ചെയ്യുന്നുണ്ട്. 0, 9ലും 9, 0യിലും എന്താണ് നമുക്ക് -61 ആണ് കിട്ടിയത്. സോ എക്സ്ട്രീം അബ്സൊല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത് 4ഉം അബ്സൊല്യൂട്ട് മിനിമം എന്ന് പറയുന്നത് -61 ആണ്. സോ ഇതുപോലെ സിമിലർ ആയിട്ട് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് ബാക്കി. എക്സസൈസ് 12.8ലെ 1 to 25 വരെ ഉണ്ട്. അതിനകത്ത് 1 to 20 വരെയുള്ള നിങ്ങൾ ചെയ്ത് നോക്കുക. അത് എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കുന്നതിനുള്ളതാണ്, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കുന്നതിനുള്ളതാണ്. നെക്സ്റ്റ് 31 to 35 ക്വസ്റ്റ്യൻസ് അബ്സൊല്യൂട്ട് മാക്സിമം അബ്സൊല്യൂട്ട് മിനിമം കണ്ടുപിടിക്കുന്നതിനുള്ള പ്രോബ്ലംസാണ്. അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക.